ഇത്രയും നാളും അമ്മ ദേവികയുടെ അമ്മയായിരുന്നു. എന്നെ ശത്രുവിനെ പോലെയല്ലേ അമ്മ കണ്ടിരുന്നത്. ഒക്കെ നിന്റെ തോന്നല. നീ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്ന് ചെയ്തു വെച്ചതിന് ശാസിക്കാതിരിക്കാൻ പറ്റുമോ? ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് എന്നെ അംഗീകരിക്കാൻ തോന്നിയല്ലോ. ഞാൻ എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന്. നിന്നെ അംഗീകരിക്കുകയോ നീ എടുത്ത തീരുമാനം ശരിയാണെന്ന് സമ്മതിച്ചു തരികയോ അല്ല ഞാൻ ചെയ്യുന്നത്. എന്തായാലും കാര്യങ്ങൾ ഇത്രത്തോളമായി. ആര് പറഞ്ഞിട്ടും നിനക്കൊന്നും മനസ്സിലാവുന്നുമില്ല. എങ്കിൽ പിന്നെ വരുന്നത് പോലെ വരട്ടെ എന്ന് വെച്ചു. അതുകൊണ്ടാ ഞാൻ മനോഹരേട്ടനോടും ദേവിക മോളോടും അങ്ങനെ പറഞ്ഞത്. അവർക്ക് നിന്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ഉത്കണ്ഠ തന്നെയാ. അമ്മ പിന്നെ ആ ദേവികയെ ന്യായീകരിച്ചോണ്ട് വരരുത്. അവരുടെ പേര് കേൾക്കുന്നത് എനിക്ക് ദേഷ്യമോ. ഞാൻ ആരെ ന്യായീകരിക്കുന്നതല്ല. പക്ഷെ ശരത്തിന്റെ കാര്യത്തില് നിനക്ക് ഇപ്പോഴുള്ള ഈ ഉറപ്പ് എന്നും ഉണ്ടാവണം.